ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് ബുധനാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോളെ സ്കൂളിൽ വിട്ട ശേഷമാണ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മോൾക്ക് ഞാൻ ദോശയും ചട്നിയാണ് റെഡിയാക്കി കൊടുത്തത്. തലേ ദിവസം തന്നെ മാവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇഡ്ഡലിയുടെ കൂടെ ഞാൻ സാമ്പാറാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചായി തുടങ്ങി, തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പനിയുടെ സീസണാണ്. എൻ്റെ മൂത്ത മോൾക്ക് പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ലെന്ന്. ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് വേണം മക്കളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ. ഇഡ്ഡലിക്ക് വേണ്ട മാവ് ഞാൻ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇതിലിപ്പോൾ 3 തട്ട് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 15 ഇഡ്ഡലി ഒരേ സമയം റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് പണി വളരെ ഈസിയാണ്. മക്കൾക്ക് കൂടുതൽ ഇഷ്ടം ദോശയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ദോശയാണ് റെഡിയാക്കാറുള്ളത്. ദോശയുടെ കൂടെ അവർക്ക് ഇഷ്ടം സാമ്പാറാണ്. ചട്നീനേലും ഇഷ്ടം സാമ്പാറാണ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് വേണം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നന്നാക്കിയെടുക്കാൻ. സാമ്പാർ ഉണ്ടാക്കാനായി ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മസൂർ ദാലാണ്. ഈ ചുവന്ന പരിപ്പ് കുക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനെപ്പോഴും ചുവന്ന പരിപ്പ് തന്നെയാണ് മേടിക്കാറുള്ളത്. തുവരപ്പരിപ്പ് ഇടയ്ക്ക് മാത്രമാണ് മേടിക്കാറുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അധികം വെജിറ്റബിൾസ് ആഡ് ചെയ്യാറില്ല. ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇഡ്ഡലി ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി സാമ്പാർ കുക്ക് ചെയ്യാൻ വയ്ക്കാം. സാമ്പാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, സാമ്പാർ പൊടി, പുളിവെള്ളം, ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ സാമ്പാർ 2 വിസിൽ കൊണ്ട് തന്നെ നന്നായി കുക്കായി കിട്ടും. ഇഡ്ഡലി ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നല്ല തിരക്കുള്ള സമയത്ത് ഇതുപോലെ ഇഡ്ഡലി ചൂടാറാൻ വെക്കാറില്ല. പകരം വെള്ളം തളിച്ച് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. കിച്ചണിൽ പാത്രങ്ങൾ ഇതുപോലെ ഒഴിയുന്നത് കഴുകി വെക്കുകയാണെങ്കിൽ മടിയില്ലാതെ തന്നെ നമുക്ക് എളുപ്പം പണികൾ തീർക്കാൻ പറ്റും.
പാത്രം കഴുകി കഴിയുമ്പോൾ തന്നെ സിങ്കും ഞാനിതുപോലെ കഴുകിയിടും. സിങ്ക് നല്ല വൃത്തിയായി കിടക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴുകുന്നത് നല്ലതാണ്. ഇപ്പോൾ സാമ്പാർ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. പ്രഷർ ഫുള്ള് റിലീസാവുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്താൽ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഞാൻ കട്ടാക്കി ഇടുന്നുണ്ട്. സാമ്പാർ 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്ത ശേഷം ഇതൊന്ന് താളിച്ചെടുക്കാം. താളിച്ചെടുക്കാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 നുള്ളോ 2 നുള്ളോ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ രാവിലെ എളുപ്പത്തിൽ സാമ്പാർ റെഡിയാക്കി എടുക്കാറുള്ളത്. രാവിലെ ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. രാവിലത്തെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ റിലാക്സ് ചെയ്തിരുന്നൊരു ചായ കുടിയുണ്ട്. അതെനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കുട്ടികളെ എണീപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം പോയി ചെയ്യുന്ന പരിപാടി ചായ കുടി എന്നുള്ളതാണ്. ചായ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചായ റെഡിയാക്കി എടുത്ത് ചായ കുടിച്ച ശേഷം വേണം മക്കളെ എഴുന്നേൽപ്പിക്കാൻ. ചായ കുടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ മക്കളെ എഴുന്നേൽപ്പിച്ച് ഫ്രഷാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞുള്ള പാത്രങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അതൊക്കെ കഴുകി വെച്ച് എടുത്ത് വെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റെഡിയാക്കാൻ വേണ്ടി അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി വടിക്കലാണ്. ചോറിന് മീൻകറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. തലേ ദിവസം ഷോപ്പിൽ പോയപ്പോൾ സീബ്രീ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കറിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. കീപ് വാച്ചിങ്. അസ്സലാമു അലൈക്കും.